നമസ്കാരം. നമ്മുടെ പത്തനംതിട്ടയിൽ ഓമല്ലൂർ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇന്ന് ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷിനോജ് ബ്രോയാണ് ഇതിൻ്റെ MD. വളരെ സന്തോഷമുണ്ട് മഹനീയമായ ഈ ഒരു ചടങ്ങിൽ എന്നെയും കൂടി ക്ഷണിച്ചതിൽ. കാരണം വളരെ വിശാലമായ അതുപോലെ ആധുനിക രീതിയിലുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല, അതൊരു വലിയൊരു ഹോട്ടലിൻ്റെ അകത്തളത്തിൽ ചെല്ലുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ മഹനീയമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമാൻ നമ്മുടെ ചിറ്റയം ഗോപകുമാർ സാറും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവും പ്രശസ്ത സിനിമാ സംവിധായകനും താരവുമായ ശ്രീ അഖിൽ മാരാരും ഫാമിലിയും കൂടിയാണ്. എൻ്റെ കർത്തവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാ ധനസഹായ വിതരണമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഡോക്ടേഴ്സിൻ്റെ റൂമുകളും അതുപോലെ തന്നെ ഫാർമസി എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലാണ്. നല്ല രസമാണ്. ഓരോ റൂമുകൾ തന്നെ നല്ല വൃത്തിയോടെയും അതുപോലെ തന്നെ നല്ല അടുക്കും ചിട്ടോടു കൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാണ്. ഓമല്ലൂർ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ കൊല്ലം ഷാഫിയുടെ സംഗീത വിരുന്നും അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാമൊക്കെ ആങ്കർ ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ ശ്രീ അനീഷ് ഖാനായിരുന്നു. അപ്പോൾ അവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. ഞാൻ നേരത്തെ അവിടെ എത്തി. അപ്പം വിശിഷ്ടാതിഥികളൊക്കെ ബാക്കിയുള്ളവരൊക്കെ എത്തിച്ചേരുന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളുടെ പ്രോഗ്രാമൊക്കെ കാണുന്ന കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെടുകയുണ്ടായി. വളരെ സന്തോഷമാണ് ഇതുപോലൊരു പ്രസ്ഥാനത്തിൽ വരാൻ കഴിഞ്ഞതിൽ. അങ്ങനെ നമ്മുടെ പ്രശസ്തനായ ശ്രീ അഖിൽ മാരാർ അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിറ്റയം ഗോകുമാർ സാറും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല ക്രൗഡായിരുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മഹനീയമായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഷിനോജ് ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് ഇത് ഇപ്പം ഓമല്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മഹനീയമായ സാന്നിധ്യത്തിൽ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരവും ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാറും അതുപോലെ തന്നെ ശ്രീ ചിറ്റയം ഗോകുമാർ സാറും ചേർന്ന് നിർവഹിച്ചു. ഈ ഹോസ്പിറ്റലിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ രാഹുൽ ബ്രോയും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഡോക്ടർ രാഹുൽ ബ്രോയെ നേരിട്ട് കാണുന്നത്. അതും ഒരു സന്തോഷകരമായ നിമിഷമായിരുന്നു. നമുക്കറിയാം, ഇന്ന് ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറിയിരിക്കുകയാണ് ആരോഗ്യരംഗത്ത്. അത് ഇന്നൊരു ആശുപത്രി ഓമല്ലൂർ നിവാസികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു നിമിഷം, അതിൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഈശ്വരനോട് നന്ദി അറിയിക്കുകയാണ്. ഷിനോജ് എന്നോട് കുറേ നാളുകൾക്ക് മുന്നേ ഇത് സംസാരിച്ചിരുന്നു. ഇതൊരുപാട് സ്ഥലത്ത് വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ആശുപത്രി വരിക, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പ്രത്യേക പാക്കേജ് നൽകി അവരെ സഹായിച്ചുകൊണ്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷിനോജ് കുറേ നാളുകൾക്ക് മുന്നേ എന്നെ ബന്ധപ്പെടുന്നത്. ശരീരത്തെ കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ആവശ്യത്തിലധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും വിളിച്ചവരുടെ സ്നേഹവും നന്ദിയും എല്ലാവരോടുമുള്ള നന്ദിയും ഒക്കെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഇനോഗ്രേഷനോടനുബന്ധിച്ച് എന്നെയും കൂടെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷിനോജ് ബ്രോയ്ക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വളരെയേറെ മനോഹരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള ചികിത്സാ ധനസഹായ വിതരണം നൽകിയത് ഞാനായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതിനുവേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തും MDയുമായ ഷിനോജ് ബ്രോയ്ക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മഹനീയമായി ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ ഒരു യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ കൊല്ലം ഷാഫിയുടെ മനോഹരമായ സംഗീത നിശയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പുതുതായി പ്രവർത്തനം ആരംഭിച്ച
യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരുന്നു.